ശ്രീ ഷാബു പ്രസാദും ശ്രീ ജോർജ് കള്ളിവയലും തുടരുന്നുണ്ട്. ഷാബു പ്രസാദ്, നമ്മൾ നേരത്തെ ചോദിച്ച താങ്കൾ മറുപടി പറഞ്ഞ ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ. ഇനി ഒരു കാര്യമുണ്ട് രഞ്ജിത്തെ, കഴിഞ്ഞ തവണ ഡൽഹിയിലെ 7 നിയോജക മണ്ഡലങ്ങളിലും BJP വിജയിച്ചത് 50%-ലധികം വോട്ട് നേടി. അതെ. കഴിഞ്ഞ തവണ BJP വിജയിച്ച 303 മണ്ഡലങ്ങളിൽ 303 സീറ്റുകളിൽ 224 സീറ്റ് BJP വിജയിച്ചത് 50%-ലേറെ വോട്ട് നേടിയാണ്. കഴിഞ്ഞ 2019 16 സംസ്ഥാനങ്ങളിൽ BJPക്ക് ലഭിച്ചത് 50%-ലധികം വോട്ടാണ്. ഈ 50%-ലധികം വോട്ട് നേടി നിൽക്കുന്ന ഒരു കക്ഷിയെക്കെതിരെ ആരൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞിട്ടു? എന്താ രഞ്ജിത്തെ കാര്യം? ഈ വോട്ട് ശതമാനം ഒരു 40-38 ആ ഒരു അറൗണ്ടില് 42 അറൗണ്ടിൽ നിൽക്കുമ്പോഴാണ് രണ്ട് കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം അരിത്തമെറ്റിക്കലി നിങ്ങൾ നോക്കൂ. സിമ്പിൾ അരിത്തമെറ്റിക്സ് ആണ്, സിമ്പിൾ അരിത്തമെറ്റിക്സ്. ശരി, ഞാൻ സമ്മതിക്കുന്നു, രാഷ്ട്രീയത്തിൽ എപ്പോഴും 1+1=2 ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഇത് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ BJPക്ക് വോട്ട് കാര്യം, ഇവർക്ക് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ BJPക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ കുറയണം. BJPയുടെ ജനപിന്തുണ നഷ്ടമാവണം. നരേന്ദ്രമോദിയുടെ ജനപിന്തുണ നഷ്ടമാവണം. അങ്ങനെ നരേന്ദ്രമോദിയുടെ ജനപിന്തുണ നഷ്ടമാകുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് മാത്രമല്ല, അത് അഭൂതപൂർവമായി വളർന്നിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. 303 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJP ജയിച്ചു. NDA കഴിഞ്ഞ തവണ 120-125 സീറ്റുകളിൽ പരാജയപ്പെട്ടത് 5000 വോട്ട് താഴെയുള്ള ഭൂരിപക്ഷത്തിലൂടെ പരാജയപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്തുകയും ഈ ചെറിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടത് തിരിച്ചു പിടിക്കുകയും ചെയ്താൽ തന്നെ 400-ന് മേളിലായി. ഇത് കൃത്യമായ കണക്കാണ്. അതായത് BJP ഒരിക്കലും ഈ 400-ൽ എത്തില്ല, പരാജയപ്പെടും എന്ന് പറയുന്നവർ അവർ മനസ്സിലാക്കാത്തത് 2019-ലെ BJPയുടെ വിജയത്തിന്റെ ഡെപ്താണ്. അത്രമാത്രം ഡെപ്തുള്ളൊരു വിജയമായിരുന്നു അത്. ശരി, ദയവായി തുടരുക.